ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിനോയ്. ഞാൻ നേഴ്സ് ക്ലിനീഷ്യനായിട്ട് റോയൽ ലിവർപൂൾ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണു. ഞാനിന്ന് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ പുസ്തകത്തിന്റെ പേര് ഹൗ ടു ഡു എ സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ ഇൻ നഴ്സിംഗ്. ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്ത സമയത്ത് ഞാൻ ഡിസർട്ടേഷന് ഞാൻ എടുത്തത് സിസ്റ്റമാറ്റിക് റിവ്യൂ ആയിരുന്നു. ഒത്തിരി ആൾക്കാർ സിസ്റ്റമാറ്റിക് റിവ്യൂ സെലക്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ ഒത്തിരി ഇരുന്ന് വായിക്കണം. ഫോർ എക്സാമ്പിൾ ഈ പുസ്തകം തന്നെ വായിച്ചിട്ടുണ്ടെങ്കിൽ 3-4 മണിക്കൂർ എടുക്കും. ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതായത് നമ്മൾ എടുക്കുന്ന ലിറ്ററേച്ചറുകൾ ഇപ്പോൾ ഒരു 10 തന്നെ കാണും, അതും ഇരുന്ന് വായിക്കേണ്ടി വരും. ഇത് ഒത്തിരി ടൈം പോകും വായിച്ച് തീർക്കാനായിട്ട്. പലരും ഇത് സെലക്ട് ചെയ്യാത്തുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ജേണൽ റിവ്യൂ എടുക്കണമെങ്കിൽ ഏകദേശം നമ്മൾ എടുക്കുന്ന ജേണലിന്റെ ഫോർമാറ്റിൽ നമ്മൾ 3000-4000 വേർഡ് കൊണ്ട് അത് തീർക്കാം. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് എത്തിക്കൽ അപ്രൂവൽ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതാ എടുക്കാനുള്ള ഗുണം എന്ന് വെച്ചാൽ എത്തിക്കൽ അപ്രൂവലിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മിനിമം ഒരു 15,000 വേണ്ട അസൈൻമെന്റ് എഴുതേണ്ടി വരും. പിന്നെ അതുപോലെ മിനിമം ഒരു 10 ജേണൽ നമ്മൾ വായിക്കേണ്ടി വരും, ഈ പുസ്തകം വായിക്കേണ്ടി വരും. അപ്പം ഇപ്പൊ ഈ പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഈ പുസ്തകം നിങ്ങൾ സിസ്റ്റമാറ്റിക് റിവ്യൂ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുസ്തകം ഇരുന്ന് വായിക്കാൻ മൊത്തം. ഈ പുസ്തകം വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ പോയിന്റ് ആണ് വരേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ഡാറ്റ അനാലിസിസിൽ എന്തൊക്കെയാണ് വരേണ്ടത് എന്നൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ ന്യൂ ഓൺസെറ്റ് ഓഫ് ഡയബറ്റീസ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് ആണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ആ ടോപ്പിക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അബവ് 2000 അബവ് ജേർണൽസ് വന്നായിരുന്നു. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ടോപ്പിക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കുറച്ച്, അതായത് നമുക്ക് 10 ടോപ്പിക്ക് കൂടുതൽ നമുക്ക് എടുക്കാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ അത്രയും കുറച്ച് എങ്ങനെയാണ് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള 10 ലിറ്ററേച്ചർ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന നമ്മുടെ ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. അപ്പൊ ഇതെങ്ങനെ എഴുതേണ്ടതെന്നുള്ള കറക്റ്റായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡെസിസ്റ്റേഷൻ ചെയ്തേണ്ട സ്റ്റേജ് ആയെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുസ്തകം നിങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ പുസ്തകം മൊത്തം ഇരുന്ന് വായിക്കുക. മൊത്തം ഇരുന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഡെസിസ്റ്റേഷൻ എഴുതേണ്ടതെന്ന്. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി കൂടുതൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്ത കുറെ ആൾക്കാരുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളുടെ അസൈൻമെന്റിന്റെ കോപ്പിയും വേണ്ടി നിങ്ങൾക്ക് തരാം. അപ്പൊ ഇതാണ് പുസ്തകം, മറക്കണ്ട. ഹൗ ടു ഡു എ സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ ഇൻ നഴ്സിംഗ്. താങ്ക് യു.